ഇനി നമ്മൾ ഇതിലെ അതായത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ ലാസ്റ്റ് 3 ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റി പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫൊന്നും വേണ്ട, ഇതിന് ജസ്റ്റ് ഡെഫിനിഷൻ എന്താണ്, അതുപോലെ അതിൻ്റെ മൊമെൻറ്റ്സ് എന്താണെന്ന് മതി. ഓക്കെ, അതായത് മീൻ എന്താ, വേരിയൻസ് എന്താ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം y = log x എന്ന് നമ്മൾ എടുക്കുകയാണ്. അത് ഇറ്റ് ഇസ് റാൻഡം വേരിയബിൾ, ഇറ്റ് ഈസ് വിച്ച് ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ നോർമലി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അതുപോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് PDF അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത് f(x) dx എന്നുള്ള ഫോമാണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം അല്ലെങ്കിൽ എക്സിന് പകരം നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, എക്സ് അല്ലെങ്കിൽ വൈക്ക് പകരം നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ df(y) ആണെന്ന് വിചാരിച്ചോളൂ. df(y) = f(y) × dy ആണ്. അപ്പോൾ വൈക്ക് പകരം log x ആയതുകൊണ്ടാണ് ഇവിടെ log x എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്താ, 1/σ × √2π × e⁻² × x - μ² ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. ഈ PDFൽ എക്സിൻ്റെ സ്ഥാനത്ത് log x കൊടുക്കുക, അത്രയാണ് മാറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് log x കൊടുത്തിട്ടുണ്ട്. അപ്പോൾ dxന് പകരം d log x. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ∞ ആണ്. ഇനി ഇപ്പോൾ നമുക്കറിയാം y = log x നമ്മൾ അപ്രോക്സിമേറ്റ് എടുത്തുകൊണ്ട് നമുക്ക് log xന് പകരം y എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ df(y) എന്ന് എഴുതിയിരിക്കുന്നു, log xന് പകരം y എഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ log xന് പകരം y, അപ്പോൾ y - μ² d log xന് പകരം dy. ഓക്കെ, സോ ഇവിടെ അപ്പോൾ റേഞ്ച് വന്നിട്ട് ഇവിടെ 0 to ∞ അല്ല കേട്ടോ, 0 to ∞ ആണ്. ഇവിടെ 0 to ∞ ആണ്, -∞ എന്ന് എഴുതിയിരിക്കുന്നത് 0 to ∞ ആണ്. ഓക്കെ, സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഇംപ്ലൈസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് എക്സിൻ്റെ കേസിൽ എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, ഇതിന് എക്സിൻ്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് നമ്മൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/√2π σ അതേപോലെ വരും, e⁻−1/2 ഇവിടെ ഒരു y - μ² σ² ഉണ്ട് ഇല്ലേ. അപ്പോൾ ഇവിടെ y - μ, y എന്ന് പറഞ്ഞാൽ എന്താണ്, log x ആണ്. അപ്പോൾ log xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x ആണ്. ആ x ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ 1/√2π മറ്റേതെല്ലാം കോൺസ്റ്റൻ്റ് ആയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ 1/√2π σ × x × e⁻−1/2 log x - μ² σ². ഓക്കെ, ഇൻറ്റു dx. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും പിന്നെ അതുപോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം തന്നെ df(x) = f(x) dx ആണ്. അപ്പോൾ ഇവിടെ dx ഓൾറെഡി ഉണ്ട്, അപ്പോൾ ബാക്കിയുള്ള ഫംഗ്ഷൻ എന്താണ്, f(x) ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF കിട്ടി. അപ്പോൾ അതിൻ്റെ PDF എന്ന് പറയുന്നത് f(x) = ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഓക്കെ, 0 < x ∞. അപ്പോൾ നമുക്ക് ആകെ ഒരു വ്യത്യാസം ലോഗ് നോർമൽ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ x മൈനസ് ആണ്, ഇവിടെ log x മൈനസ് ആണ്, ഇവിടെ പിന്നെ ഒരു x കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. സോ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡെഫിനിഷനായിട്ട് എഴുതുമ്പോൾ ലെറ്റ് x be a positive random variable, y = log x. If f has the normal distribution, then x is said to have a log normal distribution. The PDF of log normal is given by f(x) = നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. എക്സിനെ ഈ സൈഡിലുണ്ടായിരുന്ന എക്സിനെ ഇപ്പുറത്ത് എഴുതി. സോ 1/x × √2π × σ × ബാലൻസ് e⁻⁻, അത് അവിടെ എക്സിന് പകരം log x, അത്രയാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി ദാറ്റ് ഈസ് 0 < x ∞. ഇനി ഇതിൽ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ പറഞ്ഞാൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ച പോലെ -∞ ഇൻഫിനിറ്റിയുടെ എല്ലായ്ക്കും σ is greater than 0. ഇനി നമുക്ക് ഇതിനെങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് നോക്കാം. വെൻ എക്സ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഗ് നോർമലി വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് σ², വി ക്യാൻ റൈറ്റ് എക്സ് ഫോളോ. ദിസ് ഇസ് ക്യാപിറ്റൽ ഗാമയാണ്. ഓക്കെ, ഗാമ എഴുതില്ലേ നമ്മൾ, ഗാമ എന്ന് എഴുതില്ലേ, ബീറ്റയുടെ ക്യാപിറ്റൽ ഗാമയാണ്. സോ ക്യാപിറ്റൽ ഗാമ ഓഫ് μ, σ². μ, σ² തന്നെയാണ് നമ്മുടെ പാരാമീറ്റർ ഇവിടെ. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്മൾ μr' എടുത്തു. μr' എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് x⁻r ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, x⁻ എന്താണ്, e⁻ry. ബിക്കോസ് e⁻ry നമുക്ക് എങ്ങനെ കിട്ടി, log x = y ആണെങ്കിൽ x എന്താണ്, x എന്ന് പറഞ്ഞാൽ e⁻y ആണ്. സോ അതിന് പകരം നമ്മളിവിടെ e⁻ry എന്ന് എഴുതി. ഓക്കെ,
ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മ്യൂ ആർ ഡാഷ് എന്തായിരിക്കും ഇ ടു ദ പവർ ആർ മ്യൂ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതെല്ലാം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ അവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ലോഗ് എക്സ് കൊടുത്ത് ചെയ്യുമ്പോഴുള്ള ചേഞ്ചുകളാണ്. ഇനി മ്യൂ 1 ഡാഷ് മ്യൂ 2 ഡാഷ് അതേപോലെ മ്യൂ 2 കണ്ടുപിടിക്കാം. ഓക്കെ, സോ മ്യൂ 2 എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ 2 ഡാഷ് മൈനസ് മ്യൂ 1 ഡാഷ് ഹോൾ സ്ക്വയർ. സോ ആ വാല്യൂ അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ആണ്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മ്യൂ 2 കണ്ടുപിടിച്ചത്. മ്യൂ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയൻസ് അല്ലേ. സോ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ. ഓക്കെ, സോ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താണ്, മ്യൂ 1 ഡാഷ് ആണ് അരിത്തമെറ്റിക് മീൻ. ആ വാല്യൂ കൊടുത്തു, നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇതൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല എക്സാമിന്. ജസ്റ്റ് മീൻ എന്താ, അതായത് ഡിഫൈൻ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദെയർ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ പറയുള്ളൂ. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുന്നത് നമുക്ക് ഇ ടു ദ പവർ മ്യൂ പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ അതിന് വരെ നമുക്ക് സിഗ്മ സ്ക്വയർ ആണ്. മീഡിയൻ ഇ ടു ദ പവർ മ്യൂ ആണ്. ഇപ്പോൾ നമ്മളവിടെ കണ്ടുപിടിച്ചു. ഇനി വേരിയൻസ് അതേപോലെ ഇ ടു ദ പവർ സിഗ്മ സ്ക്വയർ -1. അടുത്തത് ഇതിൽ ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ ഒന്നുകൂടെ ഞാൻ പറയാം. മീൻ എന്ന് പറയുന്നത് മ്യൂ പ്ലസ് ഹാഫ് സിഗ്മ സ്ക്വയർ, മീഡിയൻ ഇ ടു ദ പവർ മ്യൂ, വേരിയൻസ് എന്തായിരുന്നു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ വാല്യൂ നമ്മളവിടെ കൊടുക്കുമ്പോൾ ഇ ടു ദ പവർ 2 മ്യൂ പ്ലസ് സിഗ്മ സ്ക്വയർ ഇൻറ്റു ഇ ടു ദ പവർ സിഗ്മ സ്ക്വയർ -1. ഇത് പ്രൂഫ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് ഇഫ് എക്സ് ഫോളോ നമ്മുടെ ക്യാപിറ്റൽ ഗാമ ഓഫ് മ്യൂ കോമ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ലോഗ് എക്സ് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ആണ് നമുക്കിവിടെ അല്ലേ. അതായത് ഇവിടെ മ്യൂ അല്ലേ മീൻ, സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ലോഗ് എക്സിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, സോ ഇനി എക്സ് ഫോളോ ഇതാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും, അതാണ് അടുത്ത സ്റ്റെപ്പിൽ. എക്സ് ഫോളോ ഗാമ ഓഫ് മ്യൂ കോമ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ 1/x എന്താണ്. ഓക്കെ, ഇനി ഇത് അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലായിരിക്കുന്നത്. സോ അഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ x1 ഫോളോ മ്യൂ 1 കോമ സിഗ്മ 1 സ്ക്വയർ ആണെങ്കിൽ x2 ഫോളോ മ്യൂ 2 കോമ സിഗ്മ 2 സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം x1 പ്ലസ് x2 ആണ് കേട്ടോ. ഇവിടെ x1 പ്ലസ് x2 ഫോളോ ഗാമ ഓഫ് മ്യൂ 1 പ്ലസ് മ്യൂ 2 കോമ സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ. ഇതാണ് ലോഗ് നോർമലിൻ്റെ. ഇനി പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ, ഇത് പാരറ്റോ ആണ്, പെരറ്റോ അല്ല, PARETO ആണ്. പാരറ്റോ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ അതിൻ്റെ PDF നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ x0 ഇൻറ്റു x0 ഡിവൈഡഡ് ബൈ x ടു ദി പവർ തീറ്റ പ്ലസ് 1. തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ്, x0 ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ അതിൻ്റെ മീന് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. തീറ്റ ഇൻറ്റു x0 ഡിവൈഡഡ് ബൈ തീറ്റ -1 ഫോർ തീറ്റ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എക്സിൻ്റെ റേഞ്ച് എന്താണ്? 0 ടു x0 എന്നുള്ള റേഞ്ച് കൊടുത്തിട്ട് x ഇൻറ്റു എഫ് ഓഫ് എക്സ് dx എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മീൻ കിട്ടും. പക്ഷേ പ്രൂഫ് ആവശ്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ വേരിയൻസ് എന്താണ്? തീറ്റ x0 സ്ക്വയർ ഡിവൈഡഡ് ബൈ തീറ്റ -2 ഇൻറ്റു തീറ്റ x0 ഡിവൈഡഡ് ബൈ തീറ്റ -1 ഹോൾ സ്ക്വയർ ഫോർ തീറ്റ ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, സോ ദ MGF ഓഫ് പാരറ്റോ, നമുക്ക് പാരറ്റോ ഡിസ്ട്രിബ്യൂഷനിൽ MGF ഇല്ല. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, സോ ഇത് മോഡലിംഗ് പ്രോബ്ലംസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല ഇവിടെ. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. സോ കോഷി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചില കേസുകളിൽ ആവശ്യം വരാറുണ്ട്. സോ കോഷി ഡിസ്ട്രിബ്യൂഷന് ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ കോഷി ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ബീറ്റ 1 പ്ലസ് എക്സ് മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ PDF. ഓക്കെ, പിന്നെ അതിൻ്റെ റേഞ്ച് എഴുതിയിട്ട് -∞ ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ഇതിനും രണ്ട് പാരാമീറ്റേഴ്സ്, ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ആൽഫയും ബീറ്റയാണ്. സോ ആൽഫയും ബീറ്റ ഇതിൻ്റെ പാരാമീറ്റർ ആയതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് ഫോളോ സി എന്ന് പറഞ്ഞാൽ കോഷി, സി ഓഫ് ആൽഫ കോമ ബീറ്റ. ഓക്കെ, ഇനി ഈ PDF-ൽ ആൽഫയ്ക്ക് 0യും ബീറ്റയ്ക്ക് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചേഞ്ച് ആവുന്നു. സോ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ഫോളോ കോഷിയോ 0,1 ബിക്കോസ് ആൽഫയുടെ പാരാമീറ്റേഴ്സാണ് ആൽഫയും ബീറ്റയും. സോ ആൽഫയ്ക്ക് 0 ബീറ്റയ്ക്ക് 1 എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ കോഷീസിൻ്റെ പ്രോപ്പർട്ടീസാണ്. സോ നമുക്ക് കോഷി ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ഇല്ല, വേരിയൻസ് ഇല്ല, MGF ഇല്ല. ഓക്കെ, അപ്പോൾ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇ ടു ദ പവർ I ആൽഫ ടി മൈനസ് ബീറ്റ ഓഫ് മോഡ് ടി.
ഓക്കെ. ഇനി കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണി മോഡലാണ്, ഒരു മോഡ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് എ മാക്സിമം അറ്റ് പോയിൻറ്റ് എക്സ് ഈക്വൽ ടു ആൽഫ. ദിസ് ആർ ദ പ്രോപ്പർട്ടീസ്. ഓക്കെ. സോ ഇത് അത്രയൊന്ന് വായിച്ചാൽ മതി. ഇനി ഇതിന് റിലേറ്റ് ചെയ്ത് 2-3 പ്രോബ്ലംസ് ഉണ്ട്. സോ അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ബുക്ക്. സോ ഇത് വെച്ചിട്ട് നോക്ക്. ഞാൻ എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. സോ നമുക്ക് ഇതിൽ ഒരു പെൻഡിങ് എന്നുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ചെക്ക് ചെയ്യുന്നതാണ്. സോ അതും കൂടെ കഴിഞ്ഞ് ഈ മൊഡ്യൂളായിരുന്നു ഏറ്റവും വലുത്. ഇനി നമുക്ക് എളുപ്പത്തിൽ പോവാം. ഓക്കെ. സോ നോട്ടുകളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതാം.